അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജർമ്മനിയിൽ നടന്ന മുസ്ലിം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ആക്രമണത്തിന് വേണ്ടി ഉള്ള ആഹ്വാനങ്ങൾ ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം. ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്? ഇവരുടെ ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇപ്പം നമുക്കറിയാം യു എസിലുണ്ടായ 4 ഹോഴ്സസ് എന്നൊക്കെ പറയുന്ന പിന്നെ സാമാരിസൺ, റിച്ചാർഡ് ഡോക്കിൻസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ ഒരു 2000-ന് മുമ്പുള്ള ഇസ്ലാം വിമർശനം, ലോകത്തുള്ള ഇസ്ലാം വിമർശനങ്ങളെല്ലാം അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ കുറേ കല്യാണം കഴിക്കുന്നു, കുറേ കുട്ടികളുണ്ടാക്കുന്നു, റസൂൽ കുറേ സ്ത്രീകളുമായിട്ട് ഇടപെടുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലും വരുന്നത്. പക്ഷേ 2000-ന് ശേഷം പൊതുവിൽ നമ്മൾ പറയുമ്പോൾ ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം പിന്നെ ഉണ്ടായി വന്ന മുസ്ലിങ്ങളുടെ മേലെ ചാർത്തിയ ഒരു ഭീകരവാദ ലേബൽ അത് ലോകത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ആ ആഘോഷത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് സത്യത്തിൽ ഈ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ഈ നിയോ എത്തിസ്റ്റുകൾ, നവനാസ്തികരായ ആളുകളാണ്. അത് അതേപോലെ ഇവിടെ കൊടുന്നിട്ട് കേരളത്തിലെ സമൂഹത്തിലേക്ക് വലിച്ചെറിയുന്ന രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതി. അതാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് നടന്ന ഈ ജർമ്മൻ ഈ മുസ്ലിം ഭീകരാക്രമണത്തെ പോലും മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന രൂപത്തിൽ വേറെ ആരുമില്ല. ഇവിടുത്തെ ഈ നവനാസ്തികർ എങ്ങനെ യൂട്യൂബ് ചാനലും തുറന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിലെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്, അങ്ങനെ മുസ്ലിങ്ങളുടെ മേലെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു സമൂഹത്തിൽ എത്രത്തോളം ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അതെ അതെ. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമുക്ക് കാണുന്നത് ഒരു മുസ്ലിം എങ്ങനെയാണ് ഭീകരാക്രമണം നടത്തുക എന്നാണ് അവർ വലിയ കാര്യം പോലെ ചോദിക്കുന്നത്. കാരണം ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അതൊരിക്കലും ഒരു മുസ്ലിം ചെയ്യില്ലല്ലോ എന്ന വളരെ ഔട്ട്റൈറ്റ് ആയി അത് ചോദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ആശ്ചര്യത്തോടു കൂടി നമ്മൾ ആലോചിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് കേവലം ഈ ജർമ്മനിയിൽ നടന്ന ഭീകരാക്രമണം മാത്രമല്ല. നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം ജൂലൈ 8-ാം തീയതി ഫ്രാൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിം ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ കത്തിയെടുത്ത് കുത്തുന്ന ഒരു മുസ്ലിമിൻ്റെ കഥ, അല്ലെങ്കിൽ ആ ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് അനസി സ്റ്റാബിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമുക്ക് അതിൻ്റെ വാർത്തകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വളരെ ഒരു ഒറ്റപ്പെട്ട സംഭവം ആയി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല മുസ്ലിങ്ങൾ ഭീകരാക്രമണം നടത്തുന്നത്. അത് മാത്രമല്ല, ഈ മുസ്ലിം വിരുദ്ധത ഭീകരാക്രമണത്തിലേക്ക് എത്തുമോ, മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ രൂപത്തിൽ അത് വയലൻസിലേക്ക് എത്തുമോ എന്നൊരു ചർച്ചയിലും ഒരു ആശ്ചര്യപ്പെടാനോ അല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമാണ് ന്യൂസിലാൻഡിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം എന്ന് പറയുന്നത്. ബ്രാൻഡൻ ടാരന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ തോക്കെടുത്ത് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറി ചെല്ലുകയും അവിടെ നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ, അതെ, ഫേസ്ബുക്ക് ലൈവ് ഇട്ടുകൊണ്ട് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരുപാട് ആളുകളെ കൊല്ലുകയും ഒരുപാട് ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ലോകം തന്നെ ഞെട്ടി ധരിച്ചിട്ടുള്ള ആ ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണം, അതിൻ്റെ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നോക്കുമ്പോൾ വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇവിടെ ഇവരൊക്കെ പറയുന്ന, അതാണ് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഭീകരാക്രമണം നടത്തുക, ഒരു എത്തീസ്റ്റിന് എങ്ങനെയാണ് ഭീകരാക്രമണം നടത്തുക എന്നിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റീപ്ലേസ്മെന്റ് തിയറി, അതായത് ഈ യൂറോപ്പിലൊക്കെ ഉള്ള അവിടെയുള്ള സംസ്കാരത്തെ തുടച്ചുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, അവിടേക്ക് കയറി വരികയാണ്, നുഴഞ്ഞു കയറുകയാണ്, അവിടെ റീപ്ലേസ് ചെയ്യുകയാണ്, അവിടെ ശരിയ കൊണ്ടുവരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്താണോ ഇവിടെ പ്രചരിപ്പിച്ച് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നത്, അതേ കാര്യമാണ് ഈ പറഞ്ഞ ഈ ബ്രാൻഡൻ ടാരന്റ് അവിടെ ഭീകരാക്രമണം നടത്താൻ, ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണം നടത്താൻ തെളിവായി പറഞ്ഞിട്ടുള്ളത്. അയാൾ പറഞ്ഞത് ഇവിടെ റീപ്ലേസ്മെന്റ് നടത്തുന്നു. ഇതിൽ രസകര കാര്യം എന്താ വെച്ചാൽ, ഇയാളൊരു ഓസ്ട്രേലിയക്കാരനാണ്.
അയാൾ ന്യൂസിലാൻഡിലേക്ക് വന്ന ആളാണ്. പക്ഷേ അയാൾക്ക് എന്താണ്, ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ബ്രദേർലി നേഷൻസ് ആണ്. അപ്പോൾ എന്താ, ഒരു ക്രൈസ്തവ യൂറോപ്യൻ രാജ്യങ്ങളാണ്. പക്ഷേ മറ്റോരോ ഈ മുസ്ലിങ്ങൾ അവർ എവിടെന്നെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്, നുഴഞ്ഞു കയറ്റക്കാരാണ്. ഈവൻ ആ ഒരു മാനിഫെസ്റ്റോയിൽ ഇയാൾ മുസ്ലിംസ് എന്ന് പോലും അല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത്, ഇൻവേഡേഴ്സ് എന്നുള്ളതാണ്. ഇവരിങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്ത ആളുകളാണ്. അങ്ങനെ ആ ഇൻവേഡ് ചെയ്ത മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം, ഇവിടുന്ന് തുരത്തണം. അതുകൊണ്ട് അവരെ കൊന്നിട്ടായാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടാണെങ്കിലും ഈ ഒരു പ്രശ്നത്തിലേക്ക് ആളുകളെ ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നതും അത് പല സ്ഥലങ്ങളിലും വയലൻ്റ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ പറഞ്ഞത്, ഈ ഭീകരവാദികൾ, ഈ ഭീകരാക്രമണം നടത്തിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികൾ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് യെസ്, കേരളത്തിലെ നാസ്തികരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ, എന്നുള്ള. അപ്പൊ ഇത് എത്രത്തോളം അപകടത്തിലേക്ക് നയിക്കും എന്നത് കാണിക്കുന്നുണ്ട്. ഇവരുടെ ഒരു മൈൻഡ് സെറ്റും ആ ഭീകരവാദികളുടെ മൈൻഡ് സെറ്റും ഒന്ന് തന്നെയാണ്, അതെ. അതിലൊരു മാറ്റമില്ല. അവർ പറയുന്ന Same- കാരണങ്ങൾ ഒന്നാണ്. അതെ, സെയിം റീസൺസ് ആണ് അവർ പറയുന്നത്, സെയിം ജസ്റ്റിഫിക്കേഷൻസ് ആണ് അവർക്ക് പറയാനുള്ളതെന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിലൂടെ ഇവർ ഉണ്ടാക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഇവരെപ്പോഴും പറഞ്ഞൊരു സാധനമുണ്ട്, സോഫ്റ്റ്വെയർ. Yes. അതായത് പിന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ആണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, മുസ്ലിം ആണെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് നമ്മളുടെ സമൂഹത്തിലെ ഒരു പൊതുമണ്ഡലത്തിൽ, ഒരു പൊതുസമൂഹത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബയസ് ഉണ്ട്. ആ ബയസ് എന്ന് പറഞ്ഞാൽ ഇവനിത് ചെയ്തേക്കാം, ഇപ്പോൾ താടി വെച്ചവനാണെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആ രൂപത്തിൽ വസ്ത്രം ധരിച്ച ആളാണെങ്കിൽ, തൊപ്പി ധരിച്ച ആളാണെങ്കിൽ അവരൊക്കെ ഈ രൂപത്തിൽ ഒരു പൊട്ടൻഷ്യൽ ടെററിസ്റ്റ് ആകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളവനാണ് ഒരു മുസ്ലിം എന്നൊരു ചിന്ത സമൂഹത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Yes. അതെ. മാത്രമല്ല ഇതിൽ ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഇവർ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരാൾ മാത്രം നടത്തുന്ന ഒരു ഹെയ്റ്റ് ക്രൈം അല്ല. ഇപ്പോൾ ഇന്ത്യ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ പരിശോധിച്ച് നോക്കിയാൽ മിക്കതും മുസ്ലിങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള കലാപങ്ങളാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപമായാലും ഡൽഹി കലാപമായാലും അതുപോലെ പല സ്ഥലങ്ങളിലും ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഈ കലാപങ്ങൾ, അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രൂപത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ സമൂഹത്തിന് കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ അവർ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കാത്തവരാണ്, അവർ ഏലിയൻസ് ആണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ സംസ്കാരത്തിലോട്ട് യോജിക്കാത്ത ആളുകളാണ് എന്ന് നിരന്തരമായി ഇവിടുത്തെ ഒരു ഫാർ റൈറ്റ് Yes. പിന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഇവര് നിങ്ങളുടെ പിന്നെ സ്ത്രീകളെ പിന്നെ പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോകും, അതെ. നിങ്ങളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, ഇവര് ഇവിടെ ഭരണം പിടിച്ചെടുക്കും, ഇവർ ഒരുപാട് പ്രസവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവർ നിങ്ങൾക്ക് നാളെ ഭീഷണിയാണ്. ഇതിനെ ഫ്യൂവൽ ചെയ്യാണ് ഇവിടുത്തെ ഈ നവനാസ്തികർ അല്ല, ഇത് എല്ലായിടത്തും ഒരേപോലെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ന്യൂസിലാൻഡ് ഭീകരാക്രമണം നടത്തിയ ആ ഭീകരവാദിയും പറഞ്ഞിട്ടുള്ള എന്താ, അയാൾ പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്നത് മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശരിയാണ്, മുസ്ലിങ്ങൾ ഫാമിലിക്ക് കുറച്ച് പ്രാധാന്യം നൽകുന്നവരാണ്, അവർക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതൽ തന്നെയാണ്, ബാക്കിയുള്ളവർക്ക് കുറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഈ ന്യൂസിലാൻഡ് പോലെയുള്ള ഒരു രാജ്യം, അവിടെ പൊതുവിൽ തന്നെ നമ്മൾ നോക്കിയാൽ ന്യൂസിലാൻഡ് കുറച്ചും കൂടി ഒരു ശാന്തമായി ജീവിക്കുന്ന ആളുകളാണ്. അവിടേക്ക് എന്ത് ചെയ്യാണ്, ഈ ഹെയ്റ്റ് ഫ്യൂവൽ ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായി ഇങ്ങനെ കിട്ടിയ ഹെയ്റ്റ് കൊണ്ട് അയാൾ പറയാണ്, കണ്ടോ മുസ്ലിങ്ങൾ ഇവിടെ വർദ്ധിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ നമ്മുടെ നാട്ടിൽ പറയുന്ന 2050 ആകുമ്പോഴത്തേക്ക് അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയുന്ന അതേ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസിലാൻഡിൽ പോയിട്ട് ഭീകരാക്രമണം നടത്തുന്നത്, അവിടെയുള്ള മുസ്ലിങ്ങളെ കൊല്ലുന്നത്. അപ്പം ഇത് എല്ലായിടത്തും ഒരേ രൂപത്തിലാണ് ഇതിൻ്റെ പോക്ക്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ എക്സ് മുസ്ലിം ഭീകരാക്രമണം ജർമ്മനിയിൽ നടന്നപ്പോൾ പല ആളുകളും പറഞ്ഞൊരു കാര്യം, ജർമ്മൻ അതോറിറ്റിയാണ് ഇവിടുത്തെ പ്രതി, ഈവൻ എക്സ് മുസ്ലിങ്ങളടക്കം പറഞ്ഞൊരു കാര്യമാണ്. കാരണം എന്താ, ഇത് ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് ഒരുപാട് മെയിലുകൾ ജർമ്മനിക്ക് പോയിട്ടുണ്ട്. ഇയാളുടെ അക്കൗണ്ടിന്റെ ആ പിക്ചർ തന്നെ ഒരു തോക്കാണ്, AK-47 ആണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് മെയിലുകൾ ജർമ്മൻ അതോറിറ്റിക്ക് പോയിട്ടുണ്ട്. എന്നിട്ടും അവരെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നാണ് എക്സ് മുസ്ലിങ്ങൾ പോലും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കിവിടെ ഒന്നുകൂടി ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു വൈകുന്നേരം പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ ലൈവ് തുറന്നു വെച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങനെയാണ്, വയലൻ്റാണ്, മുസ്ലിങ്ങൾ ബൈ നേച്ചർ വയലൻ്റ് ആണ്, അവരുടെ കിതാബ് പ്രശ്നമാണ്, അവരുടെ നബി പ്രശ്നമാണ്, അതുപോലെ തന്നെ അവർ സൊസൈറ്റിക്ക് പറ്റാത്തവരാണ്, അവർ ജിഹാദികളാണ്, അവർ ലവ് ജിഹാദ് ചെയ്യുന്നവരാണ്, അവർ ലാൻഡ് ജിഹാദ് ചെയ്യുന്നവരാണ്, ഇങ്ങനെ എന്തൊക്കെ പറ്റുമോ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെയും ആണെങ്കിൽ പറയാം, ഇതൊക്കെ ഇനി നാളെ ഒരു എക്സ് മുസ്ലിം പൊട്ടിത്തെറിച്ചിട്ട് ഈ കേരള ഗവൺമെന്റിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള പോലീസിന്റെ പ്രശ്നമാണെന്ന് പറയുന്നതിന് പകരം ഇതിനെ
ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള മെഷേഴ്സ് എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിന് അതേപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഹെയ്റ്റ് അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റിനെ കുറച്ചും കൂടി ഒരു പോളിഷ്ഡായി കുറച്ചും കൂടി ശാസ്ത്രീയമായ വെറുപ്പുൽപാദനമാക്കി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൽ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം. ശരിക്ക് എക്സ് മുസ്ലിംസിന്റെ ഇടയിൽ അല്ലെങ്കിൽ നവനാസ്തികരുടെ ഇടയിൽ ഒരു ഡീറാഡിക്കലൈസേഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ, ഒരു ഡീടോക്സിഫിക്കേഷൻ ക്യാമ്പയിൻ തീർച്ചയായിട്ടും വേണമെന്നുള്ളതാണ്. അതിന് ശരിക്കും സർക്കാർ മുൻകൈ എടുക്കണം. യെസ്. അതേപോലെ തന്നെ ഇപ്പം ഈ ആന്റി മുസ്ലിം ഹെയ്റ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ തന്നെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പം ഈ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പല ഹൈന്ദവ പിന്നെ പേരിലുള്ള ഹിന്ദുത്വ സംഘടനകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ US പരിശോധിച്ച് നോക്കിയാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്ലാമോഫോബിയയുടെ റേസ് വരുന്നത് 2001 ശേഷമാണ് വലിയ രൂപത്തിൽ ഒരു നവനാസ്തികതയും അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയും ഒരുപോലെ റേസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഈവൻ ഇപ്പോൾ കാർട്ടർ സെന്റർ എന്ന് പറഞ്ഞ ജിമ്മി കാർട്ടർ മുൻ US പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു സെന്റർ അമേരിക്കയിൽ നിന്ന് പുറത്തുവിടുന്ന ചില കണക്കുകൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഈ 2001 ശേഷവും പോലും അല്ല 2010 ശേഷം ഇത്തരത്തിലുള്ള ഈ ആന്റി മൈഗ്രേഷൻ അതുപോലെ തന്നെ ആന്റി മുസ്ലിം ഹെയ്റ്റ്രഡ് ഇതൊക്കെ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചതിന് ശേഷമാണ് പലപ്പോഴും ആന്റി മുസ്ലിം ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കണക്കുകൾ നമുക്ക് പരിശോധിച്ചൊക്കെ കാണാൻ പറ്റുന്നത് 2010 ഏകദേശം 5ഓളം ഇങ്ങനെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായി മാത്രമുള്ള ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതേ പതിയെ റേസ് ചെയ്ത് 2015-16 ആകുമ്പോഴേക്ക് 2010 5 ഉണ്ടായിരുന്നത് 2016 ആകുമ്പോഴേക്ക് 101 ആന്റി മുസ്ലിം ഗ്രൂപ്പുകൾ യൂറോപ്പിലോ US മാത്രമായി. അപ്പൊ US മാത്രമായി 101 സംഘടനകൾ എന്തിനു വേണ്ടി ഇസ്ലാമിനെതിരായും മുസ്ലിങ്ങൾക്കെതിരായും പ്രവർത്തിക്കുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട്. അപ്പം അതിൽ തന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഈ 2015-16 ഇങ്ങനെ കൂടാൻ കാരണം ട്രംപ് വരുന്നതും അതുപോലെ തന്നെ ആ ഫാർ റൈറ്റിന്റെ കുറച്ചും കൂടി അതിന്റെ റീച്ചൊക്കെ പ്രത്യേകിച്ച് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം സംഘടനകൾ തന്നെ മുസ്ലിങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമായി ഉണ്ടാകുന്നു. അവർ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി ഹെയ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേവലമായി കുറച്ച് സംഘടനകൾ ആശയപരമായ വിമർശനങ്ങളിൽ ഒതുങ്ങുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കണക്കുകൾ കാണാൻ പറ്റുന്നത് FBI ഡാറ്റ പരിശോധിച്ച് നോക്കിയാൽ 2016 ഈ ഏകദേശം 307 ഹെയ്റ്റ് ഇൻസിഡൻസ് ആണ് അല്ലെങ്കിൽ ക്രൈം ഇൻസിഡൻസ് ആണ് മുസ്ലിങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2015 257 ആയിരുന്നു. എന്നുവെച്ചാൽ 2015 257 ഇൻസിഡൻസ് ആന്റി മുസ്ലിം വയലൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2016 ആകുമ്പോഴേക്ക് അത് 307 വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് കേവലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിങ്ങനെ ആശയപ്രചാരണം വേറെ പല ആൾക്കാരും പറയും ഞങ്ങളെന്ത് ചെയ്യുന്നില്ല അങ്ങനെ വാളെടുക്കാനും കത്തിയെടുക്കാനൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. പക്ഷെ അത് പറയുന്നത് കൊണ്ട് സമൂഹത്തിൽ എന്താ ഉണ്ടാവുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവർ നിരന്തരം ഹെയ്റ്റ് പ്രചരിപ്പിക്കുക. ഹെയ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വായുവിലിങ്ങനെ തങ്ങി നിന്ന് അതങ്ങ് പോകില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കാസർഗോഡ് ഫഹദ് എന്ന് പറയുന്ന കുട്ടി. കഴുത്തറുത്ത് കൊന്നത്. യെസ്. ആ കുട്ടിയെ കൊന്ന ആ ഒരു സംഘപരിവാർ ഭീകരൻ അയാള് നിരന്തരമായി ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് മുസ്ലിങ്ങൾ പ്രശ്നക്കാരെന്നിങ്ങനെ കേൾക്കുമ്പോൾ ചില ആളുകൾ സ്വാഭാവികമായിട്ടും ബൈ നേച്ചർ വയലന്റ് ആയ ആളുകളുണ്ടാവും. അവർ വയലൻസ് വഴി എന്ത് ചെയ്യും, മുസ്ലിങ്ങളെ ഉപദ്രവിക്കും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഈ വൈകുന്നേരമായാൽ തുടങ്ങുന്ന ഈ ഒരു വെറുപ്പുൽപാദനം അത് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അധികാരികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ആശയത്തെ വിമർശിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. റസൂലിൻ്റെ കാലം തൊട്ടേ റസൂലിനെ എതിർക്കുന്ന ആളുകളുണ്ട്, ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുണ്ട്, ആശയപരമായി ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിപ്പോൾ അതല്ല നടക്കുന്നത്. മറിച്ച് കൃത്യമായ അജണ്ടയോടുകൂടി പിന്നെ ഇവർ ഈ ന്യൂസിലാൻഡ് ഭീകരാക്രമണം നടത്തിയ ഭീകരവാദി പറഞ്ഞ കാര്യമുണ്ട്. മുസ്ലിംസ് ബൈ നേച്ചർ എന്താണ്, അവർ പ്രാകൃതരാണ്, നമ്മുടെ കൾച്ചറിനോട് യോജിക്കാത്ത ആളുകളാണ്, ബൈ നേച്ചർ അവർ വയലൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് വായിച്ചപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഈ എക്സ് മുസ്ലിം ഭീകരാക്രമണം നടന്നതിന് ശേഷം പോലും കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു എക്സ് മുസ്ലിം അയാളുടെ ചാനലിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ കൂടെ അവരെ ചർച്ച ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിംസ് ബൈ നേച്ചർ വയലൻ്റ് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരേ രൂപത്തിൽ ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന വെറുപ്പാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പിന്നെ നമ്പർ ഓഫ് വിക്ടിംസിൻ്റെ കണക്കുകളൊക്കെ ഈ FBI ഡാറ്റയിൽ കാണാൻ പറ്റും. 388 2016 388 ആളുകളാണ്
ഈ ആൻറ്റി മുസ്ലിം വയലൻസിനുള്ള വിക്ടിംസ് ആയിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം 26% അതിൽ ഈ വയലൻസിൻ്റെ വിക്ടിംസിൻ്റെ റേറ്റ് കൂടുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇത് കേവലം വ്യക്തികളെ മാത്രമല്ല, കൃത്യമായും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരുടെ ആരാധനകളെയും അവരുടെ ചിഹ്നങ്ങളെയും തന്നെ നേരിട്ട് തന്നെയാണത് എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത്. 2017 ഏകദേശം 78 അറ്റാക്കുകളാണ് അമേരിക്കയിൽ മാത്രം പള്ളികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം പള്ളികൾക്ക് നേരെ ഒരു വർഷം 78 അറ്റാക്ക് ഉണ്ടാവുകയാണ്. എന്നാൽ 2016 അത് 2017 78 2016 അത് 46 മാത്രമായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ വർഷം കൊണ്ടാണ് ഇരട്ടിയായി മാറുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കൃത്യമായി കൊണ്ട് ഈ വയലൻസ് കൂടുന്നു. അതേപോലെ തന്നെ പള്ളികളെയും മുസ്ലിങ്ങളെയും മുസ്ലിം ചിഹ്നങ്ങളെയും നേരിട്ട് തന്നെ അത് ബാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കിടക്കുകയാണ്. ഇവിടെയുള്ള നവനാസ്തികർ അതെങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് ഭീകരാക്രമണം ഉണ്ടാവുക, ഞങ്ങളൊരിക്കലും വയലൻസ് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്ന വെറുപ്പ് അത് ആത്യന്തികമായി വയലൻസിലേക്കും ഈ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പൊതുജനത്തിൻ്റെയും സ്വൈരവിഹാരത്തിന് അത് തടസ്സമായി മാറുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണെന്നുള്ളതാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ കിട്ടുന്ന കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അവർ പലപ്പോഴും പറയാ, ഈ നാസ്തികരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പറയാ, ഞങ്ങള് വിമർശനം മാത്രമല്ലേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വയലൻസിനൊന്നും പറയുന്നില്ലല്ലോ, വയലൻസ് ചെയ്യണമെന്ന് ആഹ്വാനിക്കണില്ലല്ലോ എന്നാണ് അവർ പറയാ. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ ഇസ്ലാം വിമർശനം എന്ന് പറയുന്ന കാര്യങ്ങൾ അത് വെറും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് കളവുകൾ കൂടിയാണ്. ഇസ്ലാമിലുള്ളൊരു കാര്യം പറഞ്ഞിട്ട് എല്ലാവരും വിമർശിക്കുന്നത്, ഇസ്ലാമിൽ ഇല്ലാത്തത് ഇസ്ലാമിനെ കുറിച്ച് കണ്ടില്ലേ, ഇസ്ലാം വയലൻസിനെ പ്രേരിപ്പിക്കുന്നു, കണ്ടില്ലേ ഇസ്ലാം ഭീകരാക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയും. ഇതൊക്കെ ഭയങ്കര ദുർവ്യാഖ്യാനങ്ങൾ നടത്തി, കളവുകൾ നടത്തി, വലിയ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് അവർ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ അവരുള്ളതാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നെയും അതിനെ ആ രൂപത്തിലെടുക്കാൻ കഴിയും. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ഒരു വെറുപ്പ് വളരെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെ ഒരു തരം ഗൂഢാലോചന തന്നെ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി തന്നെ അവരത് ചെയ്യുന്ന നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വളരെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് തന്നെ മനസ്സിലാവും. ഇവർ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എസൻസിന്റെ ഒക്കെ ഒരു മുദ്രാവാക്യമായിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, മുസ്ലിംസ് ആർ ലവ്ലി ബട്ട് ഇസ്ലാം ഈസ് ടോക്സിക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം വെച്ചാൽ മുസ്ലിങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ വ്യക്തികൾ എന്നുള്ള നിലക്ക് അവരെ കൊല്ലണമെന്നോ തല്ലണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന ആശയം പ്രശ്നമാണ്. ഒരു മുസ്ലിം ഒരു ഇസ്ലാം പഠിച്ചാൽ, ഇസ്ലാം അംഗീകരിച്ചാൽ, ഇസ്ലാമിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഓൻ പ്രശ്നക്കാരനാവും. അതാണ് ഇപ്പോൾ രവിചന്ദ്രൻ മറ്റേ ഒരു ജനകീയ കോടതിയിൽ വന്ന് പറഞ്ഞത്. ഒസാമ ബിൻ ലാദൻ നല്ല ആളാണ്, പക്ഷെ ഇസ്ലാമാണ് അയാളെ. ഒസാമ ബിൻ ലാദനിൽ നിന്നും ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ എടുത്തു മാറ്റി അയാൾ നല്ല കുട്ടപ്പനായി മാറുന്നു. അപ്പോൾ ഇത് ഇവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരി, അപ്പോൾ ഇസ്ലാം പഠിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരായ ഒരാൾ കാണുകയാണ്, രാവിലെ അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ തൊപ്പിയും അല്ലെങ്കിൽ നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മദ്രസയിലേക്ക് നടന്നു പോകുന്നു. അവരെന്താ കാണുന്നത്? ഈ പറഞ്ഞ ഞങ്ങളെ കൊല്ലാനും അതേപോലെ തന്നെ ഞങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഇസ്ലാം പ്രശ്നമാണല്ലോ. ആ ഇസ്ലാം പഠിക്കാൻ ഇതാ രാവിലെ തന്നെ ചെറിയ കുട്ടികൾ എഴുന്നേറ്റ് പോകുന്നു. അവരിങ്ങനെ 5, 7, 10 വർഷമൊക്കെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ഭീകരമായ ഐഡിയോളജി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ബൈ നേച്ചർ പ്രശ്നമില്ല എന്നുള്ള ഈ പറഞ്ഞ കുറച്ചുകൂടി സമാധാനപരമായ യുക്തിവാദികളുടെ ആ ഒരു ഐഡിയ എടുത്താൽ തന്നെ ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഇവർ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് എന്താണ്, ഈ ഭീകരത പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം എന്തായാലും ഭീകരതയാണല്ലോ. അപ്പോൾ ഈ ഭീകരത പഠിക്കാനാണ് ഇവർ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു മദ്രസയിലേക്ക് പോകുന്ന ഫഹദ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഒരാൾക്ക് കൊല്ലാൻ തോന്നിയതിൽ ഇവരുടെ ആശയപ്രകാരം വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇവൻ പഠിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആ കൊല്ലാനുള്ള ഐഡിയോളജിയാണ് പഠിക്കുന്നത്. ഓനെ കഴുത്തറുത്ത് കൊന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഭീകരവാദികളെ ഇല്ലാതാക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഇത് ഇസ്ലാം അനുസരിച്ചാൽ പ്രശ്നമാണ് എന്ന് പറയുന്ന ഈ ഒരു നറേഷൻ തന്നെ വലിയ രൂപത്തിൽ സമൂഹത്തിൽ പ്രശ്നം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജി ഇവിടെ ഉണ്ട്. കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഹദീസ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പഠിച്ച് അത് ജീവിതത്തിലേക്ക് പൂർണ്ണമായും അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ വന്നിട്ട് പറയാണ് ഇവർ പഠിച്ച അല്ലെങ്കിൽ ഈ ഇസ്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇവർ പ്രശ്നക്കാരാവും എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അതിൽ ആഡ് ചെയ്യാൻ. കഴിഞ്ഞ 3 വർഷമായി യുണൈറ്റഡ് നേഷൻസ് ഇസ്ലാം ഇന്റർനാഷണൽ ഡേ ടു കോമ്പാക്ട്
ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയ യെസ്. എന്ന് പറഞ്ഞ് ആചരിക്കുന്നുണ്ട്. അത് ലോകം മുഴുവൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിട്ടാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങളെ അനാവശ്യമായി ഒരു അപരവൽക്കരിച്ച് അവർക്കെതിരെ ഉണ്ടാക്കുന്ന അക്രമം. അപ്പം അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ലോകം മുഴുവൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിട്ട് പറയാണ്. ശരിക്ക് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന യുക്തിവാദികൾ പിന്നെ സത്യത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. മാർച്ച് 15-ന് ഇസ്ലാമോഫോബിയക്കെതിരെ സംസാരിക്കുകയും വരികയും ഒക്കെയാണ് യുക്തിവാദികളുടെ ഒരു സാമൂഹ്യമായ പ്രതിബദ്ധത വെച്ചിട്ട് അല്ല, ഇതിൽ വലിയ തമാശ എന്താ ചോദിച്ചാൽ, പൊതുവെ യുക്തിവാദികൾ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്രാകൃതമായ ആ ഐഡിയോളജീസ് ഒന്നും വേണ്ട, നമുക്ക് ആധുനികമായ സങ്കേതങ്ങളും ആധുനികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ഒന്നിപ്പിക്കാൻ UN പോലെയുള്ള സംഘടനകളുണ്ട്, അതേപോലെ തന്നെ ജനീവ കൺവെൻഷൻ ഉണ്ട്, UDHR ഉണ്ട് എന്നൊക്കെയാണ് പറയാ. പക്ഷെ അതേ ഈ പറഞ്ഞ പിന്നെ ആധുനികമായ സങ്കേതങ്ങളും സംഘടനകളും ഒക്കെ അവർ സമൂഹത്തിൽ മൊത്തം പ്രശ്നമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു വലിയൊരു ജനവിഭാഗത്തെ അപരവൽക്കുന്നു മനസ്സിലാക്കി ഒരു ഇസ്ലാമോഫോബിയ ദിനം അവർ പ്രഖ്യാപിച്ചാൽ അതിന്റെ കൂടെ ഉണ്ടാവില്ല, അത് പറ്റൂല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ആധുനികത ഉണ്ട്, അത് മാത്രം എടുക്കുക. അല്ലാതെ ഈ സമൂഹത്തിൽ ഒരു വെറുപ്പില്ലാതാക്കാൻ വേണ്ടിയുള്ള ആധുനികതയുടെ ശ്രമം അത് ഞങ്ങൾ എടുക്കൂല എന്നുള്ള വളരെ കൃത്യമായി ഒരു മുസ്ലിം വിരുദ്ധത എന്നുള്ളതിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടാണ് ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതിൽ മനസ്സിലാകുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലും ആ ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിലും കേരളത്തിലെ നവനാസ്തികരുടെ ഒരു വലിയ പങ്ക് ഏതുപോലെ വിദേശത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഈ ഭീകരാക്രമണങ്ങൾ നടത്തിയ അതേപോലെ ന്യായീകരണങ്ങൾ നടത്തുന്ന ഇവിടെ കേരളത്തിൽ ന്യായീകരണങ്ങൾ നടത്തുന്ന ആളുകൾക്കുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇത് കേവലം ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കാരണം സമൂഹത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, അത് ബാധിക്കുന്നത് ചിലപ്പം മുസ്ലിങ്ങളെ മാത്രമല്ല എന്നുള്ളത് ഈവൻ ജർമ്മനിയിൽ നമ്മൾ കണ്ടു. കാരണം ജർമ്മനിയിലുള്ള ഭീകരവാദി അയാൾ എതിർക്കുന്നത് ജർമ്മനി ഇസ്ലാമൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ജർമ്മൻ അധികാരികൾ ശ്രമിക്കുന്നു എന്നാണ് അയാളുടെ പ്രധാന ന്യായം എന്ന് പറയുന്നത്. കാരണം പിന്നെ സൗദി അറേബ്യയായിട്ട് ജർമ്മനിക്ക് ബന്ധമുണ്ട്, അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഒരു എക്സ് മുസ്ലിങ്ങളെ കുറച്ച് പ്രയാസപ്പെടുത്തുന്നു, മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നവനാസ്തികരും ചിലപ്പം ഈ ഇവിടെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് അങ്ങനെയാണ്, UDF അങ്ങനെയാണെന്നൊക്കെ പറയുന്ന അതേ ന്യായങ്ങൾ തന്നെയാണ്. ഇടതുപക്ഷം ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്നു, ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ കുറെ ടേമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് UDF വന്നാൽ ആ UDFന്റെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ട്, അപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദകർ എപ്പോഴും ചെയ്യുന്നതാണ് ഗവൺമെന്റുകളെ പഴിക്കുക എന്നുള്ളത്. എന്ന് ഈ ഗവൺമെന്റുകളെ പഴിക്കുന്നത് മാത്രമല്ല, ആ പഴിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ജർമ്മനി ഒരു ഉദാഹരണമാണ്. കാരണം ആ ജർമ്മൻ അതോറിറ്റിക്കെതിരായി ഇയാൾക്ക് ഭയങ്കര ഇടങ്ങേറുണ്ട്. ആ ഇടങ്ങേർ ഇയാൾ തീർത്തത് എങ്ങനെയാണ്, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ ഞാൻ എന്ത് ചെയ്യും, റാൻഡമായി ഇവിടെയുള്ള പൗരന്മാരെ കൊന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. അതാണ് അയാൾ പ്രഖ്യാപിച്ചത്. അവിടെ ആ ജർമ്മൻ ഭീകരവാദി അവിടെ ഒരു ക്രൈസ്തവ ക്രിസ്തീയ ആളുകളെ മാത്രമല്ല അവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്, അവിടെ എല്ലാവരും ഉണ്ടാവും. ആ എല്ലാവരും ഉണ്ടാകുന്ന ഒരു പൊതുജനം കൂടുന്ന സ്ഥലത്തേക്കാണ് എന്ത് ചെയ്തത്, കാർ ഇടിച്ച് കയറ്റി 5 ആളുകളോ 6 ആളുകളോളം മരണപ്പെടുന്നതും 200ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ വയലന്റ് ആയ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പം അത് കേവലമായ മുസ്ലിങ്ങളെ മാത്രം ആയിരിക്കില്ല പലപ്പോഴും ബാധിക്കുക എന്നുള്ളത് കൂടി ഇതിൽ എല്ലാവരും മനസ്സിലാക്കണം എന്നൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പം ന്യൂസിലാൻഡിൽ പള്ളിയിലേക്ക് കയറി വന്നുകൊണ്ട് ചെയ്തത് ഉണ്ട്. എന്നാൽ അതേസമയത്ത് ചില ആളുകൾ ഗവൺമെന്റിനെതിരായ രോഷം തീർക്കാൻ എന്ത് ചെയ്യും, റാൻഡം സിറ്റിസൺസിനെയും ആക്രമിച്ചേക്കാം. അപ്പം ഇത് ഒരു നാട്ടിൽ വെറുപ്പുണ്ടായാൽ അത് ബാധിക്കുക എല്ലാവരെയും ആയിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ ചിലപ്പം പിന്നെ വികാരമുള്ള ആളുകൾ തിരിച്ചു ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കുക, കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അവിടെ സ്നേഹവും സൗഹാർദ്ദവും ഒരിക്കലും സംഘടനകളെ ഉണ്ടാവുള്ളൂ. അവിടെ രക്തച്ചൊരിച്ചിലുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അവിടെ നല്ല നല്ല പിന്നെ ആളുകളെയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവില്ല. ഒരു ഒബ്വിയസ് ആണല്ലോ, ഒരു കലാപഭൂമിയിൽ സ്നേഹവും സൗഹാർദ്ദം അല്ല ഉണ്ടാവുക. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ നാട് പോവുക. അപ്പം ഇതൊരു ഒരു നാടിൻ്റെ വിഷയമാണ്, അല്ലെങ്കിൽ മൊത്തം സൊസൈറ്റിയുടെ ഒരു വിഷയമാണ്. ഇവർ ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധതയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതിനെ സമൂഹം ഒരുമിച്ച് തന്നെ കോമ്പാറ്റ് ചെയ്യേണ്ടതുണ്ടെന്നാണ്. ഈ ചർച്ചയുടെ അവസാനമായി നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം, ഇത് കേവലം മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പുൽപാദനം ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അപകടമാകുന്ന രൂപത്തിലുള്ള വയലൻസുകളിലേക്ക് നയിക്കുന്നുള്ളതാണ്. ഒരു തരം സാമൂഹികമായിട്ടുള്ളൊരു ക്യാൻസർ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നവനാസ്തികർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹ്യ വിരുദ്ധതയാണ് ശരിക്ക് മുസ്ലിങ്ങൾ മാത്രമല്ല സമൂഹം മുഴുവൻ
അവരെ അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ ബോധവൽക്കരിക്കുകയും അതിനെതിരെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ നന്മക്ക് വളരെ അനിവാര്യമാണ് എന്നാണ് നമുക്ക് കൺക്ലൂഷനായി മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ വർദ്ധിച്ചു വരുന്ന എക്സ് മുസ്ലിം ഭീകരത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങളും അതിനുവേണ്ടിയുള്ള ആഹ്വാനങ്ങളുമൊക്കെ എത്രത്തോളം വലിയ സാമൂഹിക വിപത്തുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിഷയവുമായി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.